പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് നാളെയാണ് വടക്കൻ ജില്ലകളിലെ ആവേശമായ പോര്. കണക്കുകളിലേക്കും ചർച്ചകളിലേക്കും വിശദമായി വരാം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയാകാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് അങ്ങനെ നാളെ 7 ജില്ലകളിൽ രാവിലെ 7 മണിക്ക് പോളിംഗ് ആരംഭിക്കുകയാണ്. 7 ജില്ലകളിലായി 39,013 സ്ഥാനാർത്ഥികളാണ് നാളെ ജനവിധി തേടുന്നത്. 1.53 കോടി വോട്ടർമാർ നാളെ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്താനും പോവുകയാണ്. നമുക്ക് 604 തദ്ദേശ സ്ഥാപനങ്ങളിലെ 12,408 വാർഡുകളിലാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. ഓരോ തദ്ദേശ സ്ഥാപനത്തിലെയും കണക്കുകളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. 470 ഗ്രാമപഞ്ചായത്തിലെ 927 വാർഡുകളിലേക്കാണ് നാളെ ജനം വിധി എഴുതാൻ പോകുന്നത്. ഇപ്പോൾ 77 ബ്ലോക്ക് പഞ്ചായത്തിലെ 1177 ഡിവിഷനുകളിലേക്കാണ് നാളെ വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത്. അത് നമുക്ക് ഈ ഡാറ്റയിലൂടെ മനസ്സിലാക്കാനാകുന്നുണ്ട്. 7 ജില്ലാ പഞ്ചായത്തുകളിലാണ് ഉള്ളത്. നമുക്കറിയാവുന്നതുപോലെ 7 ജില്ലകൾ, അവിടെ 7 ജില്ലാ പഞ്ചായത്തിൽ വിവിധ ഡിവിഷനുകൾ, 182 ഡിവിഷനുകളാണ് 7 ജില്ലകളിലായി ആകെ ഉള്ളത്. ഇനി മുനിസിപ്പാലിറ്റികളുടെ കണക്കുകളിലേക്ക് വരാം. 7 ജില്ലകളിലായി 47 മുനിസിപ്പാലിറ്റികളാണുള്ളത്. അവിടെ 47 മുനിസിപ്പാലിറ്റികളിലായി കൃത്യമായി പറഞ്ഞാൽ 1834 ഡിവിഷനുകളാണ് ഈ 47 മുനിസിപ്പാലിറ്റികളിലായി 7 ജില്ലകളിലായി കിടക്കുന്നത്. ഇനി നമുക്ക് കോർപ്പറേഷനുകളുടെ കണക്കിലേക്ക് വരാം. 3 പ്രധാനപ്പെട്ട കോർപ്പറേഷനുകളാണ് ഈ രണ്ടാം ഘട്ടത്തിലുള്ളത്. തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ അങ്ങനെ 3 കോർപ്പറേഷനുകളിലായി 188 ഡിവിഷനുകളാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ ജനവിധി തേടാൻ പോകുന്നത്. ഒന്നാം ഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ കണക്ക് അതേസമയം ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ജില്ലകളിൽ 70.91 എന്നുള്ളതാണ്. ഒന്നുകൂടെ പറയാം, 70.91 എന്നുള്ളതാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒടുവിലായി പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകളിൽ പ്രകാരം അവസാനത്തെ പോളിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഈ വർഷം 70.91 പോളിംഗ് ശതമാനമെങ്കിൽ 2020 പോളിംഗ് ശതമാനം കൂടി നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അത് 73.85 എന്ന് പറയുന്ന ശതമാനമായിരുന്നു. അതായത് ഏതാണ്ട് 3 ചില്ലറയുടെ മാത്രം, അതായത് 3% അധികം വ്യത്യാസമാണ് ഇപ്പോൾ ഉള്ളത്. 2.94 അതാണ് കൃത്യമായ ശതമാന കണക്ക് എന്നുള്ളതാണ്. കുറവ് വന്നിരിക്കുന്നു, എന്നാലും കാര്യമായൊരു കുറവുണ്ടായിട്ടില്ല. ഭേദപ്പെട്ട പോളിംഗ് എന്ന് തന്നെ നമുക്ക് പറയാം. ആദ്യഘട്ടത്തിലെ ജില്ലാതല കണക്ക് ഇങ്ങനെയാണ്. അത് ഓരോ ജില്ലകളായി നമുക്ക് തന്നെ വിശദമായി തന്നെ പരിശോധിക്കാം. ആദ്യം തന്നെ തിരുവനന്തപുരം 67.47%, കൊല്ലം 70.35%, പത്തനംതിട്ട 66.78%, ആലപ്പുഴ 73.80%, കോട്ടയം 70.86%, ഇടുക്കി 71.78%, എറണാകുളം 74.57%. അങ്ങനെയാണ് ആകെ പോളിംഗ് 70.91 എന്ന് പറയുന്ന കണക്കിലേക്ക് എത്തുന്നത്. ഇനി 2020 2025 പോളിംഗ് ശതമാനത്തിലെ വ്യത്യാസം ഇങ്ങനെയാണ്. അത് ഓരോ ജില്ലകൾ തിരിച്ചും നമുക്ക് പരിശോധിക്കാം. തിരുവനന്തപുരത്ത് 67.47 ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ തവണ അത് 70.2% കൊല്ലത്ത് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത് 70.35 ആണെങ്കിൽ കഴിഞ്ഞ തവണ 3% ഉണ്ടായിരുന്നു. 73.51 കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. പത്തനംതിട്ട ജില്ലയിൽ 66.78 ഇത്തവണ അത് 69.72 ഉണ്ടായിട്ടുള്ളത്. ആലപ്പുഴ ജില്ലയിൽ 73.80 ഇത്തവണയും കഴിഞ്ഞ തവണ 77.39 കോട്ടയം ജില്ലയിൽ ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത് 70.86 കഴിഞ്ഞ തവണ രേഖപ്പെടുത്തിയത് 73.95 ഇടുക്കി ജില്ലയിലാകട്ടെ 71.78 ഇക്കുറി രേഖപ്പെടുത്തിയപ്പോൾ 74.68 കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. എറണാകുളത്തെ കണക്കാണ് ഒടുവിലുള്ളത്. 74.57 കഴിഞ്ഞ തവണ. ഇത്തവണ എറണാകുളത്തെ രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ തവണ പക്ഷേ അത് 77.28 അപ്പോൾ ആകെ എല്ലാ ജില്ലകളിലെയും വോട്ട് ശതമാനത്തിൽ കാര്യമായ രീതിയിലുള്ള കുറവ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഭേദപ്പെട്ട പോളിംഗ് എന്ന് തന്നെ പറയാവുന്നതാണ്.